ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. അങ്ങനെ ഇനി അങ്ങോട്ട് ഒരു ടെസ്റ്റ് ഡ്രൈവുകളുടെ കാലമായിരിക്കും. കഴിഞ്ഞ ആഴ്ച ഒരു ടെസ്റ്റ് ഡ്രൈവിന് പോയിട്ടുണ്ടായിരുന്നു. സനി എന്തായാലും വണ്ടി ഒരെണ്ണം വാങ്ങിച്ചേ ഉള്ളെന്ന തീരുമാനത്തിലാണ്. അങ്ങനെ ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. ഞാനും സനിയും ആര്യയും കൂടി അടുത്തൊരു ടെസ്റ്റ് ഡ്രൈവിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേതനും ഡാനിയും സ്കൂളിൽ പോയി. അവർക്കിന്ന് സ്കൂളിൽ നിന്നൊരു ട്രിപ്പ് ഉണ്ട്. ഇത്തവണ നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് എടുത്ത വണ്ടി കിയയുടെ EV6 എന്ന് പറഞ്ഞൊരു മോഡലായിരുന്നു കേട്ടോ. ഇതൊരു ഇലക്ട്രിക് വണ്ടിയാണ്. കഴിഞ്ഞ തവണ ഞാൻ മറ്റേ BYDയുടെ വണ്ടീനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. പക്ഷേ ഈ വണ്ടി എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് ഇന്ന് പറയാനുണ്ടാവും. നോർമലി ഞാനൊരു വണ്ടി പേഴ്സണൊന്നുമല്ല, പക്ഷേ ഇത് സത്യത്തിൽ എനിക്ക് നല്ല കഴിഞ്ഞ വണ്ടീനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ നമ്മൾ ആര്യനെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് അവൻ്റെ കാർ സീറ്റിലിരുത്തി നമ്മൾ ഇനി ഇതാ ടെസ്റ്റ് ഡ്രൈവിന് പോവാണ്. ആദ്യം സനിയാണ് കേട്ടോ വണ്ടി ഡ്രൈവ് ചെയ്ത് നോക്കിയത്. ഓഫ് കോഴ്സ് സനിക്കാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് അതുകൊണ്ട് സനി ആദ്യമേ വണ്ടി എടുത്തു. ഞാൻ വന്ന വഴി തന്നെ ആദ്യം ചെയ്തു നോക്കിയത് ഇത് കണ്ടോ, ഈ സീറ്റ് ഇതിങ്ങനെ ബാക്കിലേക്ക് ആക്കാൻ വേണ്ടി നോക്കുകയാണ്. ഫുൾ ബാക്കിലേക്ക് ആക്കാൻ പറ്റി എനിക്ക്. മറ്റേ വണ്ടിയിൽ ഇത് ചെയ്ത് നോക്കിയൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട വേറൊരു കാര്യമാണ്, നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേക്കും നമുക്ക് ഏത് സൈഡിലാണെന്ന് ചോദിച്ചാൽ ആ സൈഡിലെ ക്യാമറയിൽ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. എനിക്കിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ അസിസ്റ്റൻസ് തന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആര്യക്ക് വിശക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ കണ്ട് ഒരു പെട്രോൾ പമ്പിൽ കയറിയിട്ട് കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചു. ഇത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാർക്ക് ചെയ്തിട്ട് നമുക്ക് പാർക്ക് ചെയ്യാനല്ല, അല്ലാണ്ട് തന്നെ ആക്കാൻ പറ്റും. ഇപ്പോൾ സ്ഥലം ഉണ്ടോ ഇല്ല എന്നൊക്കെ. പിന്നെ കീ ഉണ്ട്, കീ വെച്ചിട്ട് മുന്നോട്ട് പോകാനും ബാക്കിൽ പോകാനും പറ്റും പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ചൂടുണ്ട് കേട്ടോ, ചൂട് നോക്കി കഴിക്കണം. ഓക്കെ, നമ്മൾ ടിഷ്യൂ എടുക്കാൻ മറന്നുപോയല്ലോ. വേറൊരു ഇഷ്ടപ്പെട്ട കാര്യമാണ് കേട്ടോ ഇതിൻ്റെ ഡാഷ്ബോർഡ്. നല്ല ക്ലീനാണ്. ഡ്രൈവിംഗ് അസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. അകത്ത് നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ ഇനി എൻ്റെ ഊഴമാണ്. ഞാനൊന്ന് ഈ വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാൻ പോവാണ്. ബ്രേക്ക് ഇട്ടിട്ട് പാട്ട് വെക്കാനാണ്. നമ്മളെങ്ങോട്ടാ പോകണ്ടേ? നേരെ അങ്ങോട്ട് കയറണോ? അതോ അടുത്ത എക്സിറ്റ് ആണ് എടുക്കണേ. 1 ആണ് എക്സിറ്റ്, 1 ആണ് എടുക്കുന്നത്. നേരെ എടുത്താൽ മതി. 111, 112, 113, 14, 15 അത്രയും മതിയില്ല. ക്യാമറയിൽ അങ്ങനെ പിടിച്ചാണ്. കാലെടുക്കുമ്പോഴത്തേക്കും ബ്രേക്ക് ഇതാവണ്ട. പയ്യെ ഫ്രണ്ടിൽ ഏത് വരുമ്പോഴത്തേക്ക് ബാക്കിൽ വരുമ്പോഴത്തേക്കും കാണാൻ, സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട് ബാക്കിൽ വണ്ടി വരുന്നത്. എനിക്ക് ഇവിടെ സ്ക്രീൻ ഈ വിൻഷീൽഡിൽ കാണുന്നുണ്ട്. അവിടെയും കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ മാത്രമല്ല, ഇവിടെയും കാണുന്നുണ്ട്. ആക്ച്വലി അപ്പൊ ഇത് നോക്കേണ്ട കാര്യമില്ല, അവിടെയും കാണാൻ പറ്റും. വാണിംഗ് മറ്റേ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ബ്ലൈൻഡ് സ്പോട്ട്. എല്ലായിടത്തും ഉണ്ട്. സംഭവം കൊള്ളാം. അതാ പറഞ്ഞത്, മറ്റേ കൺട്രോൾ ഉണ്ട് വണ്ടിക്ക്. ഡ്രൈവിംഗ് കംഫർട്ട് ഉണ്ട് ബേസിക്കലി. ഫ്രീക്കാന്നെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആരും അമ്മയുടെ ഡ്രൈവിംഗ് ആയിരിക്കും അത്ര ഇഷ്ടപ്പെടുന്നു. താരാട്ട് പാട്ടിന്റെ ഒരു എഫക്ട് തോന്നിയിട്ടുണ്ടാവും. പാട്ടൊന്നുമില്ലല്ലോ സനി, പാട്ട് വെച്ചാലേ വരുള്ളൂ. ബാക്കിൽ വന്ന് വണ്ടികളുടെ ഇതൊക്കെ കാണുന്നുണ്ട്. ബാക്കിലുണ്ട്, ഫ്രണ്ടിലുള്ള വണ്ടികളുടെ ഉണ്ട്. ആ ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ടല്ലോ. ചാർജ് ആവുന്നുണ്ട്. അങ്ങനെ സനിയുടെ രണ്ടാമത്തെ ടെസ്റ്റ് ഡ്രൈവും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇക്കയിൽ വന്നേക്കാണ് കേട്ടോ. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഈ ഡ്രസ്സൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ വിന്റർ കഴിഞ്ഞല്ലോ, ഇപ്പോൾ സമ്മറായി. അപ്പോൾ സമ്മർ ക്ലോത്ത്സ് ഒക്കെ ഇങ്ങനെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ബോക്സസുകൾ കിട്ടും ഇവിടെ ഇക്കയിൽ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നേക്കുവാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നല്ല അടിപൊളി ഫുഡ് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ലഞ്ച് കഴിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഈ സാധനങ്ങൾ വാങ്ങിക്കും. നമ്മൾ നേരെ
ഇക്കിയ റെസ്റ്റോറൻറ്റിലെത്തി, ഫുഡെല്ലാം ഓർഡർ ചെയ്തു. അപ്പോൾ ആരിക്കൊരു പേസ്ട്രി ടൈപ്പ് ഒരു സാധനം വളരെ ഇഷ്ടമായിട്ട്, അപ്പോൾ അവനത് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് വാങ്ങിച്ചു. അപ്പോൾ അത് വാങ്ങിച്ചപ്പോഴത്തേക്കും നമ്മൾ അവന് പറ്റിയ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു ഫോർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, അമ്മ അതെടുത്തിട്ട് വരാം, പക്ഷെ അമ്മ വന്നെ വരെ അത് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്യാമറ ഓണാക്കി വെച്ച് അത് എടുക്കാൻ വേണ്ടി പോയേ. അപ്പോൾ അവന് അത് തുടരണുണ്ടായിരുന്നില്ല, ഞാൻ വരുന്ന വരെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷെ അവൻ്റെ എക്സ്പ്രഷൻസൊക്കെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ തോന്നിയിട്ടോ അത്. ഞാൻ നെതർലൻഡ്സിൽ വന്ന സമയത്ത് സ്ഥിരമായി പോയിക്കൊണ്ടിരുന്ന 2 സ്ഥലങ്ങളിൽ ഒന്നാണ് ഇക്കിയയും പിന്നെ പാത്തേ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു തിയേറ്റർ ഗ്രൂപ്പാണ്, അവിടെ മൂവീസ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒരു സാധനം പോലും വാങ്ങിക്കാനില്ലെങ്കിലും ഇക്കിയയിൽ കൂടെ വെറുതെ ഇങ്ങനെ നടക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെയോ ഒരു ഭയങ്കര സുഖം കിട്ടുന്ന ഒരു പരിപാടിയാണ്. എനിക്കിങ്ങനെ ഇൻറ്റീരിയർ സാധനങ്ങൾ, ഇങ്ങനെ ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ കണ്ട് നടക്കാനും അതിൻ്റെ കുറച്ച് ഇൻസ്പിറേഷനൊക്കെ കിട്ടാനൊക്കെ വലിയ ഇഷ്ടമാണ്. അതുമല്ല ഇവിടുത്തെ ഫുഡ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നല്ല ടേസ്റ്റായിരുന്നു. ഓഫ് കോഴ്സ് ഇവർ സ്വീഡിഷ് ഫുഡ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഇവരുടെ മീറ്റ് ബോൾസൊക്കെ സൂപ്പറാണ്. അങ്ങനെ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, പണ്ട് ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്ന സമയത്താണ് അറ്റ് ഹോം എന്ന് പറഞ്ഞൊരു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കൊച്ചിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ വന്നപ്പോൾ ഭയങ്കര ഒരു വണ്ടറായിരുന്നു, ഇത് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിലെ ഇങ്ങനെ കയറി നടന്നൊക്കെ എന്നെ ഓർക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമയത്താണ് ഞാൻ ഇങ്ങോട്ട് വരുന്നതും ഇക്കയിൽ പോയി ഇങ്ങനെ സാധനം കാണുന്നത്. അപ്പോൾ വലിയ ഇഷ്ടമാണ് എനിക്കിങ്ങനെ കണ്ടു നടക്കാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ കിഡ്സ് സെക്ഷനിലെത്തിയപ്പോൾ ആരിക്ക് ഈ സോഫ്റ്റ് ടോയ് വേണമെന്ന് പറഞ്ഞിട്ട് അവനൊരു ഷാർക്കും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് എൻ്റെ കയ്യിലിരിക്കുന്ന ഒക്ടോപ്പസിനെയാണ്. അതെനിക്കെന്തോ വലിയ ഇഷ്ടമായി. പക്ഷേ എനിക്കത് വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് ആരിനെ അവനോട് പറഞ്ഞ് അവൻ്റെ മനസ്സൊക്കെ ഒന്ന് മാറ്റിപ്പിച്ചു. ക്യൂട്ടല്ലേ ഈ സംഭവം? ഇത് നമുക്ക് ഇഷ്ടമായോ? വാങ്ങിച്ചാലോ? വെച്ചത് നോക്കട്ടെ നോക്കട്ടെ. അങ്ങനെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് പോയി, ഇക്കയിൽ പോയി. ഇപ്പോൾ അത് തിരിച്ച് നമ്മൾ നെയ്ത്തനെയും ഡാനിയെയും സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കാം. അവരിന്ന് രാവിലെ അവര് സ്കൂൾ ഡ്രൈവിന് പോയതാ. സ്കൂൾ ട്രിപ്പ് പോയതാണ്. സ്കൂളിൽ നിന്ന് അവരൊരു ഇതിന് പോയതാ, റായെത്തിയിട്ടുള്ളൂ. സ്കൂളിൽ നിന്ന് അവരൊരു എന്താ 1 ഡേ ട്രിപ്പിന് പോയതാണ് ഒരു സൂവിന്. നോർമലി രാവിലെ വിളിച്ചാലൊന്നും എണീക്കാത്ത ആൾക്കാരാണ് കേട്ടോ. അവർക്ക് 8 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇന്ന് ഞാൻ എണീക്കണേക്കാളും മുന്നേ തന്നെ നെയ്ത്തനൊക്കെ രാവിലെ തന്നെ എണീറ്റു ബ്രഷൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ മാറിയിരിക്കുക. അത്ര എക്സൈറ്റഡ് ആയിരുന്നു ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ വന്ന് വെയിറ്റ് ചെയ്യുകയാണ്. ഒരു ബസ്സിനാണ് പോയേക്കുന്നത്. അപ്പോൾ നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. ഇവിടെ വരും. നോർമലി 3 മണിക്കാണ് അവരുടെ ക്ലാസ് കഴിയണത്. പക്ഷെ ഇതിപ്പോൾ 3:45 അവർ വരുന്ന പറഞ്ഞേക്കണം. അപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആയി പോവില്ലേ? അവിടെ ഇരിക്കണേ കണ്ടു അവിടെ ഇരിക്കണത് ആ വണ്ടിയിലുണ്ടായിരുന്നു നെയ്ത്തൻ സ്കൂൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് എത്തിട്ടോ. നെയ്ത്തനോട് ചോദിക്കട്ടെ എങ്ങനെയുണ്ടായിരുന്നു നെയ്ത്തൻ കണ്ണ? ഗുഡായിരുന്നു. എന്തൊക്കെ കണ്ടു? ഞാൻ ലയൺ കണ്ടു, ഒലിഫന്റ് കണ്ടു, ജിറാഫ്, സീബ്ര. പിന്നെ ഫേവറേറ്റ് എന്തായിരുന്നു? അപ്പൊ നേരത്തെ പറഞ്ഞ വേറെ ആയിരുന്നല്ലോ, ഡാനുവിനെ കണ്ടായിരുന്നോ? ഡാനുവിന്റെ ബസ് ഇതുവരെ എത്തിയിട്ടില്ല. ബാക്കി 6 ബസ് ഉണ്ടായിരുന്നു, 5 ബസ് എത്തി. ഡാനുവിന്റെ ബസ് മാത്രം ഇതുവരെ എത്തിയിട്ടില്ല. അവര് ഡീറ്റൂർ ചെയ്തു. അപ്പൊ നമ്മളിനി ഡാനിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മഴയും പെയ്തു തുടങ്ങി. ഏറ്റവും നന്നായിട്ട് പാട്ട് പാടുന്ന ആരെയാണ്? അമ്മയാണോ അച്ഛയാണോ? എന്താടാ നിന്റെ പാട്ട് പാടി ഉറക്കേക്കണൊക്കെ ഞാനല്ലേ പാട്ട് പാടി ഉറക്കേക്കണ? ഒക്ടോപ്പസ്
അമ്മ എന്തൊക്കെയാ പറഞ്ഞത്? അത് നീ പാടും. ഇല്ല ഞാൻ പറയൂല, അമ്മ തെറ്റാ പറയുന്നത്. എനിക്ക് എപ്പോഴും അത് പറയുമ്പോ അമ്മയ്ക്ക് നമ്മളങ്ങനെ ഡാനിയുടെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെയ്ത്തിന്റെ ഒക്കെ സ്കൂളിന്റെ ഒരു ആന്തം ഉണ്ട്. അപ്പോൾ അത് അവര് ഡച്ചിൽ പാടുമ്പോൾ ഞാനിങ്ങനെ കളിയാക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എന്നോട് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഡച്ചിലെ പ്രാവീണ്യം എങ്ങനെയുണ്ടെന്ന്. അതിൻ്റെ ഒരു സംഭവങ്ങളൂടി സംഭാഷണ ശകലങ്ങളൂടി വേണമെങ്കിൽ ഞാൻ ഇതിൽ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. Ik ben nog beter dan jou. Nog. എടാ ഇതിന്റെ മലയാളം എനിക്ക് നന്നായിട്ട് അറിയാം. എന്ന് പറഞ്ഞിടാ നീ പറഞ്ഞത് നീ എന്നെക്കാളും ബെറ്ററാണെന്നല്ലേ. അതിന്റെ മലയാളം എനിക്ക് നന്നായിട്ട് അറിയാം. ഡച്ച് എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ഓക്കെ കേട്ടോ. ഇവര് Papa is nog beter. Dan mama. Nee. Ja. Wij samen. Nee. Nee. Wat nee? Nee. We are equal. No. Wij zijn equal. എന്താ ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താണ് നീതൻ? Samen. സാമൻ ഇസ് ടുഗദർ ആണ്. ആരി പറയും അമ്മയുടെ അല്ലേ കണ്ണാ? ആരി അമ്മയുടെ മലയാളം പറയൂ അല്ലേ? Chineesje van een landenlalle. ആര്? Chineesje van een landenlalle. ഷിനീഷ. Chinees. സനീഷ് എന്ന് എന്റെ അച്ഛന്റെ പേരാണ്. Chinees. Chinees. കേട്ടില്ലേ? Spanish. Spanish അല്ല. Chinees. Chinees. നമ്മളങ്ങനെ കാറിലിരുന്ന് അലമ്പിക്കൊണ്ടിരുന്ന സമയത്ത് ഡാനിയുടെ വണ്ടി എത്തി. ഗുഡ് ആയിരുന്നോ? ഇഷ്ടയോ? ഡാനി വന്നതിന് ശേഷം നമ്മൾ 5 പേരും കൂടി ഒരു ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞ് നമ്മളിതാ നേരെ വീട്ടിലെത്തി. ഇന്ന് വീട്ടിൽ എല്ലാവരും ഉണ്ട്. കാര്യം ഞാൻ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിന്ന് നല്ലൊരു കുക്ക് ചെയ്യാനുള്ളൊരു മൂഡായതുകൊണ്ട് ഒരു ഫുൾ ചിക്കൻ തന്നെ ഞാനങ്ങ് നിർത്തി പൊരിക്കാനുള്ള പ്ലാനായിരുന്നു എൻ്റെ. അപ്പോൾ അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനും സംഭവങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി സൈഡിലേക്ക് തള്ളിയാ ഇതിലെല്ലാം മാരിനേറ്റ് ചെയ്തത് ഇല്ല ചേച്ചി ഇട്ടില്ലേ? Just looking like a wow. ഞാനത് കോക്കനട്ടിൻ്റെ പൗഡർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ആഡ് ചെയ്തിട്ടുണ്ട്. വെക്കാം. രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്നോ. കമ്പനി അടിച്ചിരുന്നോട്ടെ. കുറച്ചൊരു താഴേക്ക് പിടി. വീഡിയോ കിട്ടില്ല ശരിക്കും. എന്റെ കൈക്ക് നന്നായിട്ട് കിട്ടി. Veel te weinig dingen waar je echt പേരിലേക്ക് ഒഴിക്കാനുള്ളത്. ലെഗിന്റെ മറ്റേ സീൻ സത്യം പറഞ്ഞാൽ ഇന്നൊരു ലോങ് ഡേ ആയിരുന്നു കേട്ടോ. രാവിലെ ടെസ്റ്റ് ഡ്രൈവ്, അത് കഴിഞ്ഞ് ഇക്കിയ, പിന്നെ കിഡ്സിനെ പിക്ക് ചെയ്തു, ഗ്രോസറി, പിന്നെ ഇതാ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് വന്നിട്ട് കുക്കിംഗ് പരിപാടികൾ. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ എല്ലാവരും ഹാപ്പി. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. സോ ടിൽ വി മീറ്റ് അഗെയിൻ, കൊച്ചിക്കാരി സൈനിങ് ഓഫ്. ബൈ ബൈ.